ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് മത്തങ്ങയും പിന്നെ വൻപയറും കൂടിയിട്ട് എരിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു എരിശ്ശേരിയാണ് കേട്ടോ അത്. ഓണത്തിനൊക്കെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിവിടെ ഉണ്ടായ മത്തങ്ങയാണ് കേട്ടോ, നല്ല മത്തങ്ങ. പയർ കുതിർത്തി വെച്ചേക്കുന്നതാണ് കേട്ടോ. വെള്ളത്തിലിട്ട് 1 മണിക്കൂർ നേരമൊക്കെ കുതിർത്തി വെച്ചേക്കണ്ട. ആദ്യം പയർ വേവിക്കണം കേട്ടോ കുക്കറിലിട്ട്. പിന്നെ മത്തങ്ങ ഒരു വിസിലടിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ, മത്തങ്ങയും കൂടി ഇട്ടിട്ട്. അപ്പോൾ ഇതിലൊരരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മുറി തേങ്ങ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും 2-3 പച്ചമുളകും ആണ് കേട്ടോ. ഇത് അരയ്ക്കരുത്, ഒന്ന് വെറുതെ മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അരയരുത്. വെള്ളം ഇല്ലാണ്ട്, വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ അത് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നതാണ് കേട്ടോ. തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും. അപ്പോൾ അതാ കുക്കറിലിട്ട് കഷ്ണം വേവിച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ. ഇതിലാണ് കറി വയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളയ്ക്കാനായിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ. അഞ്ച് മിനിറ്റ് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. വാങ്ങി വെച്ചിട്ട് ആ തേങ്ങ ഒന്ന് വറുത്തിടണം കേട്ടോ, കടുകൊക്കെ ഇട്ടിട്ട്. അതിനൊരു പാൻ ഗ്യാസും വയ്ക്കാം. നന്നായി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. സൺഫ്ലവർ ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അരിശ്ശേരിക്ക്. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ആ തേങ്ങ ചതച്ചേക്കണത് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് നന്നായി പൊട്ടി കഴിഞ്ഞു കേട്ടോ. ഇനി ആ തേങ്ങ ചതച്ചത് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും ഇടണം കേട്ടോ. ഇനി ഇതൊരു ബ്രൗൺ റായി വരണ വരെ ഒന്ന് വഴറ്റി കൊണ്ട് നിൽക്കണം കേട്ടോ. കരിയരുത്. മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് കത്തിച്ചാൽ മതി. എന്നിട്ട് ഒരു ബ്രൗൺ നിറായി വരണ വരെ ഇങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അതാ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി വെച്ച് ഇത് കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ. അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടച്ചു വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ആവശ്യത്തിന് നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം കൂടിയും ഇരുന്ന് കഴിയുമ്പോൾ എരിശ്ശേരി നന്നായിട്ട് കട്ടിയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഓണത്തിന് ഇതുപോലെ ഒരു എരിശ്ശേരി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓണസദ്യക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി എരിശ്ശേരിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ.